everyone, I'm Fida. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ എന്നോട് കുറേ പേര് പറയുന്നൊരു പരാതിയാണ്, ചേച്ചി ഞാൻ കുറേ പഠിച്ചു പക്ഷെ ഒന്നും ഓർത്തെടുക്കാൻ പറ്റണില്ല എന്ന്. അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ പഠിച്ചിട്ടും ഇതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിലൊരു കാര്യമില്ല. അപ്പം നമുക്ക് എങ്ങനെ നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റും എന്നുള്ളത് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ആസ് എവ്രി വൺ സേസ്, നമ്മൾ റിവൈസ് ചെയ്യണം. ഇതിപ്പം റിവൈസ് ചെയ്യണം, എനിക്ക് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നൊരു കാര്യമില്ല. നമ്മൾ മെറ്റീരിയൽസൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന നോട്ട്സ്, നമ്മളെ ഫോർമുല ഷീറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ബുക്സ്, ഇതൊക്കെ നമ്മൾ നമ്മൾ വെക്കണം ഒരു ടൈമും. ഈ ചാപ്റ്റർ ഞാൻ ഈ ടൈം റിവൈസ് ചെയ്യും. അത് ആ റിവിഷന് വേണ്ടി ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നൊരു ചാപ്റ്റർ പഠിച്ചെന്ന് വെച്ചു, അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ നെക്സ്റ്റ് ഡേ ആകുമ്പം ഇപ്പോൾ ഇന്ന് പഠിച്ച ചാപ്റ്ററിൻ്റെ റിവിഷൻ ഞാൻ നാളെ തന്നെ ചെയ്യും. അപ്പോൾ ഉള്ള സുഖം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിവിഷനും വേഗമാകും. കാരണം ഞാൻ ഇന്നലെ പഠിച്ചിട്ടുള്ളൂ ഈ ചാപ്റ്റർ. അപ്പം നമുക്ക് റിവിഷൻ എന്ന് പറഞ്ഞാൽ ഈസി ആയിരിക്കും. റിവിഷൻ ചെയ്യാനും കുറച്ച് ടൈം അത്ര എടുക്കില്ല. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായി തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവിഷന് വേണ്ടി തന്നെ ഒരു ടൈം ടേബിൾ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കി പോവുകയുള്ളൂ. നമ്മൾ ഈ ഇതൊന്നും ഓർത്ത് വെക്കാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എന്താ പറയുക, ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ ചെയ്ത് എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായി, പക്ഷെ ഞാൻ നാളെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് വേറൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി. അപ്പം ആ മിസ്റ്റേക്ക് ആയിരിക്കും ഞാൻ നാളെ ഓർക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഞാൻ ഓർക്കാനേ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി വെച്ചാൽ അത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഇപ്പം ബയോളജി ആണെങ്കിൽ ഞാൻ NCERTയിൽ ആ ടോപ്പിക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എഴുതി വെക്കും. ഫിസിക്സ് ആണെങ്കിൽ ഞാൻ എൻ്റെ ഫോർമുല ഷീറ്റിലോ അല്ലെങ്കിൽ എൻ്റെ ഇക്വേഷൻ ബുക്സിലൊക്കെ അല്ലെങ്കിൽ ഞാൻ ബുക്ക് തന്നെ വാങ്ങാറുണ്ടായി മിസ്റ്റേക്സിന്. അവിടെ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ എൻ്റെതായ ഒരു ലാംഗ്വേജിൽ, അതായത് നിങ്ങൾക്ക് വേറെ ആരെയും കാണിക്കാനുള്ള സാധനമൊന്നുമല്ല ഈ ഇക്വേഷൻ ബുക്സൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടേതായ ഒരു ലാംഗ്വേജിൽ ഞാനിങ്ങനെ ഈ ഒരു സ്റ്റെപ്പിലാണ് ഈ തെറ്റുണ്ടാക്കിയത്, അല്ലെങ്കിൽ എനിക്കിവിടെ കെയർലെസ് മിസ്റ്റേക്ക് ആയിരുന്നു, കൂടുതൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ എനിക്ക് കൂടുതൽ ഉണ്ടാകുന്നത് ഒരു കെയർലെസ് മിസ്റ്റേക്കാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ എഴുതി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പാറ്റേണിലാണ് ആ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കുന്നത്. അതായത് വേറൊരാൾക്ക് വേണ്ടിയില്ലല്ലോ, നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് വേണ്ടി ഉണ്ടായ ഒരു സാധനമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്കൊരു ഫ്രണ്ട്ലി ആയി ഫീൽ ചെയ്യും നമുക്ക് ഈ മിസ്റ്റേക്ക് ബുക്ക്. അതുമാത്രമല്ല, നമുക്ക് ഈ നീറ്റിൻ്റെ മുന്നേ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നതിന് മുന്നേ ഈ ഫോർമുലാസും ഇക്വേഷൻസ് ഒക്കെ റിവൈസ് ചെയ്യുന്ന പോലെ തന്നെ ഈ മിസ്റ്റേക്ക് ബുക്ക് ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ പിന്നെയായി മിസ്റ്റേക്സ് ഉണ്ടാക്കാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ മിസ്റ്റേക്സ്, കെയർലെസ് മിസ്റ്റേക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒഴിവാകും. പിന്നെയുള്ള കാര്യം, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഈ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് ഒഴിവാക്കും. എന്ന് വെച്ചാൽ, ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പോൾ നാളെ സെയിം, അപ്പോൾ ഞാൻ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കി ഞാൻ മനസ്സിലാക്കി ഞാൻ ഈ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം. നെക്സ്റ്റ് ഡേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്തായാലും ആ മിസ്റ്റേക്ക് ഇല്ലാതെ നോക്കൂലേ. ഇനിയിപ്പോൾ നമ്മൾ അറിയാതെ ഉണ്ടാക്കിപ്പോയെന്ന് വെച്ചോ, രണ്ടാമതൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നമ്മൾ എന്തായാലും ആ മിസ്റ്റേക്ക് നമ്മൾ ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ നോക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാത്ത ഒരാളാണെന്ന് വെച്ചോ, ഒട്ടും ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാതെ വെറും നമ്മൾ തിയറി മാത്രം നോക്കി പോകുന്ന ഒരാളാണെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന ആ ഒരു ഫ്രീക്വൻസി കുറയും. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് മാക്സിമം കാണുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കണ്ട് പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇനി ഇവിടെ വരുമ്പോൾ ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കും, അവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ഉണ്ടാക്കുമെന്ന് അറിയാം. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. നമുക്ക് അറിവ് കിട്ടാൻ വേണ്ടി മാത്രമല്ല ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ആ ഒരു പ്രാക്ടീസ് ആണ് അത് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുമ്പോൾ. അതൊരു എന്താണ് പറയുക, നമ്മൾ ശരിക്കും ഒരു വലിയൊരു ഈ നീറ്റിന് പഠിക്കുന്ന ഒരു നമ്മൾ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് വെച്ചാൽ. അത് ഈവൻ ബയോളജിക്ക് പോലും കുറേ പേര് ചെയ്യുന്ന തെറ്റാണ് ബയോളജിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ബയോളജിക്ക് ചെയ്താൽ നമുക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കുറേ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ, ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ് ബയോളജിയിലുള്ളത്. അപ്പോൾ നമുക്ക് അതിങ്ങനെ റിപ്പീറ്റഡ് ആയി കാണുമ്പോൾ എന്താണ്, ആ ഒരു ലൈനും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഇങ്ങനെ പതിഞ്ഞ് നിൽക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ബയോളജിക്കും നിങ്ങൾ ചെയ്യണം. കാരണം അതും ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്രമല്ല, ബയോളജിക്കും ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന വേറെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ വെറുതെ ഒക്കെ ഇരിക്കില്ലേ, വെറുതെ ഇരിക്കുമ്പം ഞാൻ രാവിലെ പഠിച്ച സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഉച്ച ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പം വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഓർക്കും. എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ മനസ്സിങ്ങനെ വെറുതെ എന്തിനെങ്കിലും വേണ്ടി റിലാക്സ് ചെയ്യുക അല്ലാതെ കുറച്ച് ടൈം ഇങ്ങനെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ വെറുതെ ഇരുന്നൊന്ന് ഓർക്കുക. നമ്മുടെ മുന്നിൽ ബുക്കും നോട്ട്സൊന്നും ഇല്ലാതെ വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് ഓർത്ത് നോക്കുക നമ്മൾ എന്തായിരുന്നു പഠിച്ചത്. ആ ഒരു എന്താണ്, നമുക്ക് അങ്ങനെ ഒന്നും നമ്മുടെ മുന്നിലില്ലാതെ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അങ്ങനെ നമുക്ക് ഓർത്തെടുത്ത് അങ്ങനെ മെമ്മറിയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ
നമുക്കൊരു സങ്കടം വരും എന്തായാലും, അയ്യോ അത് ഓർമ്മയില്ലല്ലോ, അവിടെ എന്തായിരുന്നു, അവിടെ നെക്സ്റ്റ് ലൈൻ എന്തായിരുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് ആ ഒരു പേജിൽ എന്തായിരുന്നു, ആ ഫിഗർ എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് വരും. അപ്പോൾ നമ്മൾ വേഗം പോയി എന്താക്കും, ടെക്സ്റ്റ് നോക്കാനുള്ള നമുക്ക് ആ ഒരു ആകാംക്ഷ ഉണ്ടാവും എന്തായിരിക്കും എന്നുള്ളത്. അത് നമ്മൾ ഇന്നേറ്റായി വരുന്നൊരു സംഭവമായിരിക്കും. അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ആദ്യം അങ്ങനെ ചെയ്യാറില്ലായിരുന്നു കേട്ടോ. എനിക്ക് വെറുതെ ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വെറുതെ തന്നെ ഇരിക്കണം, റിലാക്സ് ചെയ്തിരിക്കണം എന്നായിരുന്നു. പക്ഷേ കുറച്ച് ഇങ്ങനെ ഒരു സമയം അതിന് സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നോർമൽ ടോക്സ് അല്ലാതെ കുറച്ചൊക്കെ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന എന്താണ് കുറേ ഡൗട്ട്സും നമ്മൾ ഈ ടഫായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും നമ്മൾ നോർമൽ ടോക്സിൽ ഇതിനെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചിലപ്പോൾ അവർക്ക് പറ്റിയ കുറേ മിസ്റ്റേക്സ് അവർ നമുക്ക് പറഞ്ഞു തരും, നമുക്ക് പറ്റിയ കുറേ മിസ്റ്റേക്സ് നമ്മൾ അവർക്ക് പറയുമ്പോൾ പിന്നെയും നമ്മളത് ഓർക്കും. അപ്പം ഇതൊക്കെ നമ്മൾ പിന്നെയും ആ ഒരു പഠിത്തത്തിൽ ആ ഒരു സൈക്കിളിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സിനോടൊരു നോർമൽ ടോക്കിൽ പോലും നമ്മളെ പഠിത്തം നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഇൻവോൾവ് ആക്കിയാൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ ആ ഒരു പഠിത്തം തന്നെ ഇങ്ങനെ കിടക്കും. ആ ഒരു കുറേ കാര്യങ്ങളും ഈ ഒരു സിലബസിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നമ്മുടെ മൈൻഡ് ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. കാര്യം നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമാണ് അതിന് കിടക്കുന്നത്. അപ്പം ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വേറെ ഒന്നുമല്ല ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലാണ്ട് വലിയ കാര്യങ്ങളിലൊന്നും പോയിട്ട് തലയിടരുത് ഇപ്പം. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ കാര്യങ്ങൾ, കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. ഇപ്പം ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നല്ല ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം പോയി തലയിടാതിരിക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ സാധനമാണ്. എനിക്ക് ഒട്ടും ഇല്ലാത്ത കാര്യം അതായിരുന്നു. ഞാൻ പഠിക്കാൻ ഇങ്ങനെ ഇരിക്കുകയുള്ളായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും അതൊക്കെ തന്നെ മുന്നേ 1 മണിക്കൂർ നടന്ന കാര്യങ്ങളും വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ച് പഠിക്കുക. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുക നമ്മൾ പഠിക്കുന്നുണ്ടെന്നാണ്, പെരിഫറലി നമ്മളിങ്ങനെ പഠിച്ച് പോകുന്നുണ്ടാവും. പക്ഷേ സത്യം ആ തലയിലൊന്നും കയറിയിട്ടുണ്ടാവില്ല. അപ്പം മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ഈ പഠിക്കുന്നതൊക്കെ ഓർക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ മാക്സിമം ആ ഒരു ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കുക. ആ ഒരു ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നതിനാ, വെറുതെ ആ ഒരു ടൈം കളഞ്ഞിട്ടൊന്നും കിട്ടാനില്ല. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഓർത്തെടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ അതിന് അത്ര സീരിയസ്നെസ്സിൽ കാണാത്തത് കൊണ്ടാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങൾ പഠിത്തത്തിന് അത്രയും സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും നന്നായി മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, പഠിക്കുന്നതൊക്കെ നന്നായി റിവൈസ് ഒക്കെ ചെയ്ത് മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.